ഹായ്, എല്ലാവർക്കും ടാരോ 96ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന റീഡിങ് നിങ്ങളുടെ ലവ് സ്റ്റോറി എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. 3 പൈൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. 1 2 3 ഇൻറ്റ്യൂട്ടീവ്ലി ഒരെണ്ണം പിക്ക് ചെയ്യുക. ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്ന മാത്രം എടുക്കുക, അല്ലാത്ത ലീവ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. പിങ്ക് പെൻ ചൂസ് ചെയ്തവരുടെ റീഡിംഗ് ആണ് ആദ്യം. Hierophant. നമുക്ക് കാർഡ്സ് എല്ലാം വെച്ചിട്ട് റീഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ കാണുന്നത് ഈ പേഴ്സണെ നിങ്ങൾക്ക് ചിലപ്പോൾ വളരെ കാലമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഒരു പക്ഷേ ഒന്നിച്ച് പഠിച്ചതോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന് കുറച്ച് പഴക്കമുണ്ട്. ഓക്കെ, ഒരു പാസ്റ്റ് ലൈഫ് ബോണ്ട് പോലെ ആവാം. അല്ലെങ്കിൽ ഒരു യൂണിയനിലേക്ക് എത്താൻ കുറച്ച് നാളൊരു വെയിറ്റിംഗ് പീരീഡ് ഇവിടെ കാണുന്നുണ്ട്. ജഡ്ജ്മെൻറ്റും ഹയറഫൻ കാർഡ് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നടക്കുന്നൊരു കാര്യമല്ല ഇത്. ഓക്കെ, ട്രഡീഷൻസൊക്കെ ഫോളോ ചെയ്ത് തന്നെ നിങ്ങളുടെ മാരേജ് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വീട്ടുകാരൊക്കെ ഇൻവോൾവ് ആയിട്ട് തന്നെ വിവാഹം കഴിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. പക്ഷേ ഒരു ലോങ് വെയിറ്റും കാണുന്നുണ്ട്. ചിലപ്പോൾ ചില പേർക്ക് ഓൾറെഡി ഈ വെയിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് യൂണിയൻ നടന്നിട്ടുണ്ടാവാം. അപ്പോൾ എന്തെങ്കിലും ഒരു അബദ്ധത്തിലോ അല്ലെങ്കിൽ ഒരു ട്രസ്റ്റിൻ്റെ വിഷയത്തിലോ കുറച്ച് നാൾ അകന്ന് നിൽക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, കാരണം 4 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ വളരെ ഫുൾഫില്ലിംഗ് ആയ ഒരു കപ്പ് കൊടുത്തിട്ടും അത് സ്വീകരിക്കാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ്. മറ്റു ഓപ്ഷൻസിലേക്ക് നോക്കിയിരിക്കുന്ന പോലെ. ചിലപ്പോൾ അപ്പോൾ 2 പേർക്കുണ്ടായ ഒരു തെറ്റിദ്ധാരണ മാറ്റിയെടുക്കാൻ ഇവിടെ വേറെ ഒരുപാട് ആൾക്കാർ ഇൻവോൾവ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഒരു തീരുമാനത്തിലേക്ക് എത്താൻ, നിങ്ങളെ ഒരു ജഡ്ജ്മെൻറ്റിലേക്ക് എത്താൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് പേര് ഫ്രണ്ട്സ് ആയിരിക്കാം. ഇപ്പോൾ ജെനുവിൻലി നിങ്ങൾ ഒന്നിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഇതിനകത്ത് നിങ്ങൾക്ക് ചുറ്റുമുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങൾ ചിലപ്പോൾ ഫ്രണ്ടായിട്ട് കണ്ട ഒരാളായിരിക്കാം. സീരിയസ്ലി ഒരു ട്വിൻ ഫ്ലെയിം പോലെ എനിക്ക് എനർജി കിട്ടുന്നുണ്ട്. പക്ഷേ അറേഞ്ച്ഡ് ആയിട്ടുള്ള മാരേജ് ആയിട്ടും കാണുന്നു. ഓക്കെ, അപ്പോൾ ഒന്നിക്കുമെന്ന് ഉറപ്പുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്ന് ഡിവൈറ്റ് ചെയ്ത് പോകേണ്ട ഒരു അവസ്ഥ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എൻഗേജ്മെൻറ്റ് മാരേജൊക്കെ ഫിക്സ് ചെയ്തിട്ട് അതിൽ നിന്നൊക്കെ മാറിയതോ, അല്ലെങ്കിൽ അത്രയും തന്നെ സ്ട്രോങ് ആയൊരു ബോണ്ട് നിലനിൽക്കെ അതിൽ നിന്നൊരു ഡിസ്റ്റൻസ് ഉണ്ടായി 2 പേര് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ കർമ്മ ഇഫക്ട്സ് പോലെ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ട്വിൻ ഫ്ലെയിം ആണെങ്കിലും കുറച്ചൊരു കാർമിക് ആയിട്ടുള്ളൊരു കണക്ഷനായിട്ടാണ് കാണുന്നത്. ലോങ് വെയിറ്റിംഗ് പീരീഡ് കാണുന്നു. അതായത് ഒരു ജഡ്ജ്മെൻറ്റിലേക്ക് എത്താൻ കഴിയാതെ നിങ്ങൾ കുറേ നാൾ വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ. ചിലപ്പോൾ കോർട്ട് കേസസ് ഡീൽ ചെയ്യേണ്ടി വന്നേക്കാം. ചിലപ്പോൾ ചിലർ മറ്റൊരു വിവാഹത്തിലേക്ക് പോകുന്നതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാം. ഈ മറ്റൊരു വിവാഹത്തിലേക്കൊക്കെ പോയ ഒരാളാണെങ്കിൽ നിങ്ങൾ പിറകെ ചേസ് ചെയ്യാനൊന്നും പോകണ്ട. ഡെസ്റ്റിനിയിലുള്ളതാണെന്നുണ്ടെങ്കിൽ തിരിച്ചു വരും. ഓക്കെ, പാസ്റ്റ് ലൈഫ് ഇൻഫ്ലുവൻസസ് ഒക്കെ ഉണ്ടായതുകൊണ്ടും
അപ്പോൾ ഇതിനകത്ത് കുറച്ച് കോംപ്ലിക്കേഷൻസ് കാണുന്നുണ്ട്. ഇവിടെ പറയാനുള്ളത് നിങ്ങളുടെ കർമ്മ നിങ്ങൾ ചെയ്യുക, നല്ല കർമ്മങ്ങൾ ചെയ്യുക. ഓക്കെ, ഡൊണേഷൻസ് ചെയ്യുക, ചാരിറ്റി ചെയ്യുക, സ്പിരിച്വൽ ആവുക. ഇത് ഏഞ്ചൽ വിങ്സ് ആണല്ലേ, വളരെ സ്പിരിച്വലായ ഒരു കാർഡാണ് ജഡ്ജ്മെൻറ്റ് കാർഡ് എന്ന് പറയുന്നത്. നിങ്ങൾ സ്പിരിച്വൽ ആവുക. ഇപ്പോൾ പേഴ്സൺ ചിലപ്പോൾ എന്തെങ്കിലും ബാഡ് കർമാസൊക്കെ ചെയ്തിട്ടുണ്ടാവാം, അതിൻ്റെ ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നോണം വരുന്ന സ്ട്രഗിൾസ് ആയിരിക്കാം. അപ്പം നിങ്ങളതിനകത്ത് ഇടപെടാനൊന്നും പോകണ്ട, നിങ്ങൾ നിങ്ങളുടെ കർമാസ് ചെയ്യുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വേറൊരാൾക്കോ നമുക്കൊന്നും റോളില്ല. ഓക്കെ, അവരവരുടെ കർമ്മ ക്ലിയർ ചെയ്യുക. അപ്പോൾ വെയിറ്റിംഗ് പീരീഡൊക്കെ നേരിടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സമയം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലുള്ള എനർജി, അതിൻ്റെ പവർ എത്രത്തോളം ഉണ്ട് എന്ന് തിരിച്ചറിയുക. അതിന് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കുക. ഓക്കെ, ഈ പേഴ്സൺ എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക്, എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്, എന്താണ് കൊണ്ടുവരുന്നത് നോക്കാം. Eight of Cups, Six of Wands, Hanged Man. ഓക്കെ, 8 of Cups എന്ന് പറയുമ്പോൾ ലീവ് ചെയ്തിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ, 6 of Wands എന്ന് പറയുമ്പോൾ വിക്ടറി ഉണ്ടാവുക. അപ്പോൾ ഒരു റീകൺസിലേഷൻ പോലെയാണ് ഇവിടെ കാണുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലത്തെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഇതിനകത്ത് ഉണ്ടാവും. ഓക്കെ, ഹാങ്ഡ് മാൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് മാറ്റുക. ഓക്കെ, ചിലർ വിവാഹമൊക്കെ കഴിച്ചിട്ട് ഡിവോഴ്സ്ഡൊക്കെ ആയതിനു ശേഷം പിന്നീട് ഒന്നിച്ച് ജീവിക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ പോലും ആവാം. അപ്പോൾ നിങ്ങളുടെ ഒരു ചിന്തകൾ കുറെ കൂടി നിങ്ങൾ മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത് അതിന് വേണ്ടിയാണെന്നാണ് പറയുന്നത് യൂണിവേഴ്സ്. അപ്പോൾ ഇതിനകത്തൊരു വിക്ടറി കാണുന്നുണ്ട്. നിങ്ങളുടെ ഒരു ലവ് സ്റ്റോറി ഈ രീതിയിലാണ് പോകുന്നതായിട്ട് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് നെക്സ്റ്റ് റീഡിങ്ങിലേക്ക് പോവാം. ഫയൽ നമ്പർ 2 ചൂസ് ചെയ്തയുടെ റീഡിംഗ് ആണ് അടുത്തത്. അപ്പോൾ നമുക്ക് ആദ്യം കാർഡ്സ് എല്ലാം വെച്ചിട്ട് റീഡ് ചെയ്യാം. എന്താണ് നിങ്ങളുടെ ലവ് സ്റ്റോറി എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. എല്ലാ കാർഡ്സും വെച്ചിട്ട് റീഡ് ചെയ്യാം കേട്ടോ. ഫയൽ നമ്പർ 2. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള കാർഡ്സ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, 4 of Wands, പേജ് ഓഫ് പെൻറ്റക്കിൾസ്, ജസ്റ്റിസ്, പേജ് ഓഫ് കപ്സ്, 2 of Cups, 7 of Swords, സൺ. ഓക്കെ, ഇവിടെ കുറച്ചൊരു അൺകൺവെൻഷണൽ ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, മാരേജിലേക്ക് പോകണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ തീരുമാനമാണ് അല്ലേ. ലോങ് ടേം കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ബന്ധം ഇവിടെ കാണുന്നുണ്ട്.
അതാണ് നിങ്ങളുടെ ഒരു ലവ് സ്റ്റോറിയിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ ഈ പേഴ്സൺ മാരേജ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോട് വലിയ താല്പര്യം ഇല്ലാത്ത ഒരാളായിരിക്കാം. ഇതിൽ തെറ്റൊന്നും പറയാനില്ല. നമ്മളെങ്ങനെ ജീവിക്കണം എന്ന് ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് അല്ലേ. അപ്പോൾ സിംഗിളായിട്ട് ലൈഫ് കംപ്ലീറ്റ് ചെയ്യുന്ന പോലെ ഒരു എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത്. പക്ഷേ ലാസ്റ്റ് എൻഡ് ചെയ്ത് നിൽക്കുന്നത് സൺ കാർഡിലാണ്. സോ ഇതിനകത്ത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ സിംഗിളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ലീഗലി നമ്മളൊരാളെ മാരി ചെയ്ത എങ്കിൽ മാത്രമേ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസിൽ മാരീഡ് എന്നുള്ളിടത്ത് ടിക്ക് ചെയ്യാൻ പറ്റൂ. ദാറ്റ്സ് ഇറ്റ്. പക്ഷേ ഒരു റിലേഷൻഷിപ്പ് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ചിലപ്പോൾ അതൊരു ഓപ്പൺ മാരേജ് പോലെ, ഓപ്പൺ മാരേജ് എന്താണെന്ന് ഞാൻ പറയണ്ടെന്ന് കരുതുന്നു. ഓപ്പൺ മാരേജ് പറഞ്ഞ് കുളമാക്കുന്നില്ല. അപ്പോൾ അല്ലെങ്കിൽ രണ്ടുപേരും ഒന്നിച്ച് മാരി ചെയ്യാതെ ജീവിക്കുന്ന പോലൊരു അവസ്ഥയോ ട്രഡീഷൻസ് ഫോളോ ചെയ്യാത്ത പോലൊരു കാര്യം ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ. അതുമാത്രമല്ല, നിങ്ങൾ രണ്ടുപേരും റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്. അതിവിടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഗുണം ചെയ്യും. ഓക്കെ. ഒന്നും അറിയാതെ നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരു റിലേഷൻഷിപ്പിലേക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത്. എക്സ്പീരിയൻസ് ഉള്ളത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നല്ല ധാരണ ഉണ്ടായതുകൊണ്ട് തന്നെ ഈ സ്റ്റോറി ഒരു സക്സസ്ഫുൾ എൻഡിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ കേസിൽ നിങ്ങൾ വളരെ ആലോചിച്ചൊരു തീരുമാനത്തിലേക്ക് എത്തിയതായിട്ടാണ്. ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ കുറേ പ്രോബ്ലംസൊക്കെ ഒഴിവാക്കാൻ കഴിയുന്നതായിട്ടും കാണുന്നു. നിങ്ങൾ രണ്ടുപേരും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള കരിയറും ഫീൽഡ്സും ഒക്കെ ആയിരിക്കാം. ചില പേർക്ക് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ചിലപ്പോൾ ആരും അറിയാതൊക്കെ വിവാഹം കഴിച്ചിട്ട് രണ്ടുപേരും രണ്ട് സ്ഥലത്ത് നിൽക്കുന്നതോ, അൺകൺവെൻഷണൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി എനിത്തിങ്, യുനോ. അപ്പോൾ എന്താണ് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? Justice. Seven of Pentacles. The World. നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് നിങ്ങൾക്കിപ്പോൾ മാരേജ് ചെയ്യാതെ ജീവിക്കുന്നവരാണെങ്കിൽ പോലും ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടും. അതായത് ഈ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോകുമൊന്നുമില്ല. ഓക്കെ. കുറച്ചൊരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവാം. എന്നാലും വേൾഡ് കാർഡ് ഉണ്ടായതുകൊണ്ട് തന്നെ ചിലപ്പോൾ രണ്ടുപേരും രണ്ട് സ്ഥലത്ത് നിൽക്കേണ്ട, ഒരാൾ ഒരു കൺട്രിയിൽ മറ്റൊരാൾ വേറൊരു കൺട്രിയിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാം. ഓക്കെ. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ജസ്റ്റിസാണ്, നീതി. നിങ്ങൾ വെയിറ്റ് ചെയ്തതിൻ്റെ ജസ്റ്റിസ്, അതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് തേർഡ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് റീഡിങ്ങിലേക്ക് പോവാം. പൈൽ നമ്പർ 3. ഒരു പേർപ്പിൾ കളർ ചൂസ് ചെയ്തവിടെ റീഡിംഗ് ആണ് നെക്സ്റ്റ്. നിങ്ങൾക്ക് കാർഡ്സ് എല്ലാം വെച്ചിട്ട് റീഡ് ചെയ്യാം കേട്ടോ. ഇതാണ് പൈൽ നമ്പർ 3യുടെ ലവ് സ്റ്റോറി.
ഓക്കെ, അപ്പോൾ ഈ ലവ് സ്റ്റോറിയുടെ ഒരു ബേസിക് ഒരു പിക്ചർ എന്ന് പറയുന്ന ഒരു ത്രെഡ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ ഒരു ട്രൂ ലവിനെ കണ്ടെത്താൻ കഴിയാതെ വറീഡായിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരു ഹാപ്പി എൻഡിലേക്ക് എത്തുന്ന പോലത്തെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതിൽ ഈ സ്റ്റോറിയിൽ ഒരാൾക്ക്, നിങ്ങൾക്കാവാം നിങ്ങളുടെ പാർട്ട്ണർക്കാവാം, ഒരാൾ വളരെ നല്ല ഒരു പാരൻറ്റിംഗ് ഒക്കെ കിട്ടി വളർന്ന ഒരു ആളാണ്. അതായത് അച്ഛനമ്മമാർ തമ്മിലുള്ള ഒരു സ്നേഹമൊക്കെ കണ്ട് അവരുടെ ഒരു ലൈഫ് കണ്ട് വളർന്ന ഒരു വ്യക്തി. ഒരാളൊരു ബ്രോക്കൺ ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാളായിരിക്കും. ഓക്കെ, അത്ര കെയറും സ്നേഹമൊന്നും കിട്ടാത്തൊരു വ്യക്തി ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതൊരു ട്രൂ ലവിനെ, ഒരു പാർട്ട്ണറിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ട് റീസണാണ്. ഓക്കെ, അപ്പോൾ സ്നേഹം കിട്ടി വന്ന ഒരാൾക്ക് അച്ഛനും അമ്മയും തമ്മിലുള്ള ബോണ്ട് അത്ര സ്ട്രോങ് ആയിരുന്നു, സ്നേഹം ഭയങ്കര റിയൽ ആയിരുന്നു, ഒരുപാട് സാക്രിഫൈസ് ചെയ്തു, അവർ ലോങ് ടേം കൊണ്ടുപോയി, അപ്പോൾ സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ലൈഫ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, മറ്റേ ആളെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ എക്സ്പീരിയൻസസ് ഒന്നും ഇല്ലാത്ത ഒരാളും ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്ന, കോൺഫ്ലിക്ട്സിലൂടെയൊക്കെ പോയിട്ട് വന്ന ഒരു വ്യക്തി. അപ്പോൾ ഒരാൾ ഒരുപാട് ആൻസൈറ്റി, ഡിപ്രഷൻ, നിങ്ങളായിരിക്കാം ഒരുപാട് ആൻസൈറ്റി വിഷമമൊക്കെ അനുഭവിച്ച് ഉറക്കമില്ലാത്ത രാത്രികളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ പ്രാക്ടിക്കലി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്യുന്നു. അതിനുവേണ്ടി പ്രാക്ടിക്കലി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവാം. ചിലപ്പോൾ മാട്രിമോണിയൽ സൈറ്റിലും പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് പറയാം, അല്ലെങ്കിൽ വീട്ടുകാരോട് പറയാം, പ്രപ്പോസൽ നോക്കാൻ പറയാം. അങ്ങനെ പല വഴികളുണ്ട് അല്ലേ. അപ്പോൾ അതിനിടയ്ക്ക് പല റിലേഷൻഷിപ്സ് ഉണ്ടാവുന്നു, അതിനകത്ത് വീണ്ടും നിരാശ, അൺസക്സസ്ഫുൾ ആവുന്നു, ബ്രേക്കപ്പ്സ് ഉണ്ടാവുന്നു. നിങ്ങൾ വേദനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ആശ്വസിപ്പിക്കാനും കഴിയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ദൈവം കരുതി വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ, ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പാർട്ട്ണറിനെ നിങ്ങൾ കണ്ടെത്തുന്നത് ഈ വഴികളിലൂടെയൊന്നും അല്ല. നിങ്ങളൊരു പക്ഷേ ആക്ച്വലി അത്രയ്ക്ക് അങ്ങോട്ട് ഒരു റിലേഷൻഷിപ്പിനൊന്നും വലിയ താല്പര്യം ഇല്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയിലോ, ഇനി ഒരു റിലേഷൻഷിപ്പൊന്നും വേണ്ട, സിംഗിളായിട്ട് തന്നെ നിൽക്കാം എന്നൊരു തീരുമാനത്തിലെടുത്ത് നിൽക്കുന്ന ഒരവസ്ഥയിലോ ആയിരിക്കും. ചില പേർക്കൊരു സ്പിരിച്വൽ പ്രോഗ്രസ് ആയിരിക്കാം അതിലേക്ക് പോകുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ഇവിടെ കാണുന്നുണ്ട്, അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മീറ്റിംഗ് ആയിരിക്കാം, എബ്രോഡ് വർക്ക് ചെയ്യുന്ന ആളായിരിക്കാം. അപ്പം ചിലപ്പോൾ വളരെ എന്താ പറയുക, ഒരു ഓൺലൈൻ മീറ്റിംഗ് പോലെ ആവാം, കൂടുതൽ അങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾ നോക്കാം, ഇത് തന്നെയാണോ ആളെന്ന് ഉറപ്പില്ല എന്നൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ നിന്നായിരിക്കാം ഇതിൻ്റെ ഒരു സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങുന്ന ഒരു അവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ എൻഡ് ഓഫ് ദി ഡേ എന്തായാലും ഒന്നിക്കേണ്ടതാണ്. ബാക്കി ലൈഫ് സാധാരണ ഒരു ഫാമിലി ലൈഫ് പോലെ, അത് നമുക്കൊരു സ്റ്റോറി ആയിട്ട് പറയേണ്ടതില്ല. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത്, എന്താണ് പേഴ്സൺ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് നോക്കാം. ടെമ്പറൻസ്, ക്ഷമ, സഹനശക്തി, ഇതൊക്കെ നിങ്ങൾ പഠിക്കും ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ. വെയിറ്റ് ചെയ്യുന്നത്, ക്ഷമിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ. ഓക്കെ, 5 of Swords. ഓക്കെ, 9 of Pentacles. ഓക്കെ, നിങ്ങൾക്കിതൊരു വിഷ് ഫുൾഫിൽമെൻ്റ് ആയിരിക്കും. പക്ഷേ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ചിലപ്പോൾ ഒരു ഫൈറ്റിംഗ് ടെൻഡൻസി കൂടുതലുള്ള ആൾക്കാരായിരിക്കും, വളരെ നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്നവർ, ഒരു ആർഗ്യൂ ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ടെൻഡൻസി നിങ്ങളിൽ ഉണ്ടായിരിക്കാം സംസാരിക്കുമ്പോൾ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, അത് കുറേ മാറും ഈ ഒരു റിലേഷൻഷിപ്പിന് ശേഷം.
ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷം. ഓക്കെ, അപ്പോൾ അതാണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് ബ്രിങ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് യൂണിവേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. നമുക്ക് ഈ റീഡിങ്ങോടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് റീഡിങ് കാണാം. അതുവരെ ബൈ.